ഹായ് ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണുക. അതോടൊപ്പം തന്നെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിൽ അതിവേഗം പെട്രോളും ഡീസലും മേടിക്കാൻ പമ്പിൽ പോകുന്നവരാണല്ലോ. പെട്രോൾ പമ്പിലെ മീറ്റർ തുകയുടെ തൊട്ടടുത്ത് കാണുന്ന ഡെൻസിറ്റി എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? ഇനി പമ്പിൽ പോകുമ്പോൾ ഇന്ധനത്തിന്റെ വില മാത്രം നോക്കിയാൽ പോരാ, ഡെൻസിറ്റി കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഡെൻസിറ്റി നിങ്ങൾ അടിക്കുന്ന ഇന്ധനത്തിന്റെ ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഡെൻസിറ്റിയുടെ അളവനുസരിച്ച് നിങ്ങളുടെ വണ്ടിയുടെ മൈലേജിൽ മാറ്റം വരാം. സാധാരണയായി എല്ലാ പമ്പുകളിലും പെട്രോളിൽ ഉണ്ടായിരിക്കേണ്ട ഡെൻസിറ്റിയുടെ അളവ് 720 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മുതൽ 775 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരെയാണ്. അത് ഡീസലിലാണെങ്കിൽ മാറ്റം വരാം. ഡീസലിൽ ഇത് 820 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മുതൽ 860 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരെയാണ്. നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് പെട്രോളിന്റെ ഡെൻസിറ്റി 720 മുതൽ 775 വരെയും ഡീസലിന്റെ ഡെൻസിറ്റി 820 മുതൽ 860 വരെയുമാണ്. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡെൻസിറ്റി നിശ്ചയിക്കുന്നത് പെട്രോൾ പമ്പുകാരല്ല കേട്ടോ. ഇത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ് പെട്രോളിന്റെ ഡീസലിന്റെയും ഡെൻസിറ്റി ഇത്ര വേണമെന്ന് നിശ്ചയിക്കുന്നത്. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇനി എങ്ങനെയാ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ പെട്രോളിന്റെ റേറ്റ് നോക്കുന്നതോടൊപ്പം തന്നെ ഡെൻസിറ്റിയെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.